എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനിൽ പ്രസ് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരുന്നു? ആഡ് മോർ ലൈൻസ് ടു ദ പോയം അല്ലേ? ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 82. Write conversation between Ivan and the merchant. Textbook page number 75. Do activity in the page 86 and 87. Read the story. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റീസിലോട്ട് പോവാം. ആദ്യം തന്നെ I have a little friend. She is a lovely nightingale. Her beak is thin and wings are brown. She can sing so sweet. I have a little friend. She is a pretty parrot. Her beak is red and wings are green. She can talk so sweet. ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബേർഡിനെ കുറിച്ചിട്ട് എഴുതണം. I have a little friend. He is a beautiful peacock. His beak is short and wings are green. He can dance in the rain. ഇതേപോലെ നിങ്ങൾക്ക് ഡക്കിനെ കുറിച്ചിട്ട് എഴുതാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് ബേർഡിനെ കുറിച്ചിട്ടും നിങ്ങൾക്ക് എഴുതാം. ഓക്കെ. ദ നൈറ്റിംഗേൽ ഈസ് ബാക്ക്. നമുക്ക് ചാപ്റ്ററിലോട്ട് പോയാലോ? ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് എന്നുള്ള ചാപ്റ്ററിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് അല്ലെ? ലാസ്റ്റ് ആണ് ആ ചാപ്റ്ററിന്റെ ലാസ്റ്റ് പാർട്ടാണ്. ദ നൈറ്റിംഗേൽ ഈസ് ബാക്ക്. വൺ നൈറ്റ് ഇവാൻ വാസ് റെസ്റ്റിംഗ് ഓൺ ഹിസ് റോയൽ ബെഡ്. ഒരു രാത്രി ഇവാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്? ഹി വാസ് റെസ്റ്റ് ചെയ്യായിരുന്നു. എവിടെയായിരുന്നു റെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്? ഓൺ ഹിസ് റോയൽ ബെഡ്. എന്താണ് റോയൽ ബെഡ് എന്ന് പറയാൻ കാരണം? ഇവാൻ ഈസ് എ കിങ് അല്ലെ? ഇവാൻ ഒരു രാജാവാണ്. അതാണ് റോയൽ ബെഡ് എന്ന് പറയുന്നത്. ഹി ലുക്ക്ഡ് ഔട്ട് ഓഫ് ദ വിൻഡോ. പുറത്തേക്ക്, ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കി. എ ഫുൾ മൂൺ വാസ് റൈസിംഗ്. A full moon was rising. Little stars were blinking to greet the moon. ചെറിയ സ്റ്റാർസ് ഒക്കെ മൂണിനെ വരവേൽക്കാൻ അല്ലെങ്കിൽ ആശംസകൾ അറിയിക്കാൻ, ഗ്രീറ്റ് ചെയ്യാൻ, വിഷ് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. A soft wind carried the fragrance of wild flowers into the room. Soft wind, ഒരു ചെറിയ കാറ്റ്, ഒരു തെന്നൽ, ഒരു ചെറിയൊരു കാറ്റ്. Carried the fragrance. Fragrance എന്ന് പറഞ്ഞാൽ എന്താണ്? മണം അല്ലെങ്കിൽ സ്മെൽ ഓഫ് വൈൽഡ് ഫ്ലവേഴ്സ്. കാട്ടുപൂക്കളുടെ ഫ്രാഗ്രൻസ് ഒക്കെ ഇങ്ങനെ റൂമിലേക്ക് വരുത്തുന്ന പോലെ മണം ഇങ്ങനെ അടിക്കുന്ന പോലത്തെ കാറ്റുകളാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ആ കാറ്റാണ് ആ ഫ്രാഗ്രൻസ്, ആ മണം, വൈൽഡ് ഫ്ലവേഴ്സിന്റെ ഫ്രാഗ്രൻസ് റൂമിലേക്ക് കൊണ്ടുവന്നത്. From the distant skies, Ivan heard the song of the nightingale. കുറെ ദൂരത്തുനിന്ന് ഇവാൻ എന്ത് ചെയ്തു? ഹേർഡ്, കേട്ടു. ദ സോങ് ഓഫ് ദ നൈറ്റിംഗേൽ, നൈറ്റിംഗേലിന്റെ പാട്ട് കേട്ടു. ഇറ്റ്സ് മൈ നൈറ്റിംഗേൽ. ഇവാൻ സ്റ്റൂപ്ഡ് അപ്പ് ആൻഡ് വെന്റ് ടു ദ വിൻഡോ. അതെന്റെ നൈറ്റിംഗേലാണ്, അതെന്റെ നൈറ്റിംഗേലാണ്. എന്താണ്? ഇവാൻ സ്റ്റൂഡ് അപ്പ്. ഇവാൻ വേഗം എണീറ്റ് വെന്റ് ടു ദ വിൻഡോ, വിൻഡോയുടെ അടുത്തേക്ക് നടന്നു. Soon the nightingale came to him. Nightingale അപ്പോഴത്തേനും അവന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. And sat on the window sill. ആ വിൻഡോയുടെ അവിടെ അങ്ങനെ ഇരുന്നു. They spoke for a long time. അവർ കുറേ ടൈം സംസാരിച്ചു. As you said, I became the king. നീ പറഞ്ഞ പോലെ ഞാൻ രാജാവായി മാറി. But what happened to the merchant? പക്ഷേ എന്റെ മെർച്ചന്റിന് എന്താ പറ്റിയത്? സോറി, ടു ദ മെർച്ചന്റ്, ആ മെർച്ചന്റിന് എന്താണ് പറ്റിയത്? ഇവാൻ ആസ്ക്ഡ്. Oh, your majesty, he is in your palace and he is serving you. പാലസില് ആരാണുള്ളത്? ആ മെർച്ചന്റ് ഉണ്ട് അല്ലേ? And he is serving you. മെർച്ചന്റ് ആണ് നിങ്ങളെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Saying this, the nightingale flew away and disappeared into the sky. അതും പറഞ്ഞ് നൈറ്റിംഗേല് പറന്നുപോയി. And disappeared into the sky. സ്കൈയിലോട്ട് മാഞ്ഞുപോയി എന്ന് പറയില്ലേ? മാഞ്ഞുപോയി. Your majesty, supper is ready. രാത്രി ഭക്ഷണം, ഡിന്നർ ഈസ്
റെഡി എന്ന് പറഞ്ഞു. ആരാ പറഞ്ഞത്? മെർച്ചന്റ് അല്ലെ, സെർവന്റ്. ഇവാൻ ലുക്ഡ് അറ്റ് ദ ഓൾഡ് സെർവന്റ് അറ്റ് ഹിസ് ഡോർ. ഹി കുഡ് നോട്ട് ബിലീവ് ഹിസ് ഐസ്. അവന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് ഹിസ് ഓൾഡ് മാസ്റ്റർ. ഇറ്റ് വാസ് ഹിസ് ഓൾഡ് മാസ്റ്റർ. അവന്റെ പഴയ മാസ്റ്റർ ആയിരുന്നു ആര്? ഓൾഡ് സെർവന്റ്. ഓക്കെ. ഡിഡ് ഇവാൻ റെക്കഗ്നൈസ് ഹിസ് ഓൾഡ് മാസ്റ്റർ? ഇവാൻ അവന്റെ ഓൾഡ് മാസ്റ്ററിനെ മനസ്സിലായോ? വാട്ട് വുഡ് ഇവാൻ സെഡ് ടു ഹിസ് മാസ്റ്റർ? എന്തായിരിക്കും ഇവാൻ മാസ്റ്ററിനോട് പറയുന്നുണ്ടാവുക? അപ്പൊ ഈ ഒരു പിക്ചർ നോക്കൂ. യുവർ മെജസ്റ്റി, supper is ready. Ivan looked at the old servant in front of him. He could not believe his eyes. Imagine and write the conversation between Ivan and old man. Ivan, do you remember me? Old man, your majesty, you are our king. Ivan, yes, but I am your old servant Ivan. Old man, your majesty, please forgive me for all my mistakes. Ivan, it's all right. The nightingale's prediction has come true. അടുത്തത്, read the three main events in the story, The Language of Birds. Ivan works as a servant. Ivan works as a servant. അതായത് ഇവാൻ സെർവന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. Ivan learns the language of birds. ഇവാൻ ബേർഡ്സിന്റെ ലാംഗ്വേജ് പഠിച്ചു. Ivan becomes the king. അടുത്തത് ഇവാൻ becomes the king. അടുത്തത് ഈ 3 ടോപ്പിക് വെച്ചിട്ട് മെയിൻ ഇവന്റ്സ് വെച്ചിട്ട് കുറച്ച് മെയിൻ ഇവന്റ്സ് തന്നിട്ടുണ്ട് അല്ലെ. അപ്പോൾ അത് വെച്ചിട്ട് ഓരോ ഇവന്റിനെയും നമുക്ക് ടേബിൾ ആക്കിയിട്ട് മാറ്റണം. Ivan serves the merchant. The mother bird teaches Ivan the language of birds. Long live King Ivan. The people shout aloud. Nightingale soothes Ivan to sleep. Ivan predicts the storm. Ivan goes to the forest. Ivan recognizes the merchant. Ivan marries the princess. An old man visits Ivan. Ivan listens to the nightingale's song. Ivan understands the song of the nightingale. The nightingale comes back. Ivan drives away the crows. Ivan rules the country well. The merchant makes Ivan work from dawn to dusk. അപ്പൊ ഈ ഇവന്റ്സ് ഒക്കെ നമുക്ക് ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ട് മാറ്റണം. ഇവാൻ വർക്ക്സ് ആസ് എ സെർവന്റ്. ഇവാൻ ആസ് എ സെർവന്റ്. ഇവാൻ ഗോസ് ടു ദ ഫോറസ്റ്റ്. ഈ ടോപ്പിക്കുകളൊക്കെ സെർവന്റ് ആയിരിക്കുമ്പോൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. നൈറ്റിംഗേൽ സൂസ് ഇവാൻ. ഇവാൻ സെർവ്സ് ദ മെർച്ചന്റ്. വർക്ക്സ് ഫ്രം ഡോൺ ടു ഡസ്ക്. അപ്പൊ ഇതൊക്കെ സെർവന്റ് ആയിരിക്കുമ്പോൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്തതോ, ഇവാൻ ലേൺസ് ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. ലേൺസ് ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. Ivan predicts storm. Ivan understands song. Ivan drives away crows. അല്ലെ, ഇതൊക്കെ ലാംഗ്വേജ് പഠിച്ചതിന് ശേഷം നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. Ivan becomes king. അടുത്തത് കിങ് ആയിരിക്കും എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്? Ivan becomes the king. Ivan marries princess. Long live King Ivan. Nightingale comes back. All men visit Ivan. Ivan recognizes merchant. Rules the country well. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ 3 കാറ്റഗറി ആക്കിയിട്ട് നിങ്ങൾ ടെക്സ്റ്റിൽ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ. അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ആക്ടിവിറ്റീസ്. അപ്പൊ എല്ലാവർക്കും ആക്ടിവിറ്റീസ് ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടപ്പുറത്തെ ഒരു ബെൽ ബട്ടൺ ഉണ്ടാവും. അത് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനിൽ സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.